അറബിക്കടലിന്റെ തീരത്ത് പിറന്ന ചരിത്ര നഗരമാണ് നമ്മുടെ കോഴിക്കോട്. കോഴിക്കോടിന്റെ മണ്ണിൽ കുരുമുളകിന്റെയും ഏലക്കയുടെയും സുഗന്ധം കലർന്നിരുന്നൊരു കാലം. ഇന്നത്തെ കോഴിക്കോട് അന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിയ കച്ചവടക്കാരുടെ സ്വപ്ന നഗരമായിരുന്നു. 14ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലേക്ക് കാലം നീങ്ങുമ്പോൾ മലബാറിന്റെ തീരത്ത് കോഴിക്കോട് ശക്തമായൊരു വ്യാപാര കേന്ദ്രമായി വളർന്നു. സാമൂതിരിമാരുടെ ഭരണകാലത്ത് നഗരം കൂടുതൽ സമ്പന്നമായി. അറബ് വ്യാപാരികൾ, പേർഷ്യക്കാർ, ചൈനക്കാർ തുടങ്ങി പല ദേശങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ കോഴിക്കോട് തുറമുഖത്തെത്തി. അവരുടെ കപ്പലുകളിൽ സ്വർണവും പട്ടും സുഗന്ധവ്യഞ്ജനങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ മലബാറിന്റെ ഏറ്റവും വലിയ സമ്പത്ത് കുരുമുളകായിരുന്നു. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ലോക വ്യാപാരത്തിന്റെ ഭൂപടത്തിൽ ഒരു പ്രധാന സ്ഥാനത്തെത്തി. 1498 ഒരു ദിവസം കോഴിക്കോട് കടൽ തീരത്ത് അപരിചിതമായ കപ്പലുകൾ പ്രത്യക്ഷപ്പെട്ടു. അത് വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസ് സംഘമായിരുന്നു. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം ഗാമ കോഴിക്കോട് തീരത്ത് കാലുകുത്തി. അങ്ങനെ ഒരു പുതിയ അധ്യായം ആരംഭിച്ചു. എന്നാൽ കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിക്ക് വിദേശ ശക്തികളുടെ വ്യാപാര ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അതോടെ വ്യാപാരവും രാഷ്ട്രീയവും സംഘർഷവും ചേർന്ന ഒരു പുതിയ കാലഘട്ടത്തിന് മലബാർ സാക്ഷിയായി. സാമൂതിരിയുടെ കോഴിക്കോട് വെറും ഒരു തുറമുഖ നഗരം മാത്രമായിരുന്നില്ല. അത് സാമൂതിരിയുടെ തലസ്ഥാനവും ശക്തമായ വ്യാപാര കേന്ദ്രവുമായിരുന്നു. വിവിധ മതങ്ങളിലും സംസ്കാരങ്ങളിലും പെട്ട ആളുകൾ ഇവിടെ വ്യാപാരത്തിനും ജീവിതത്തിനുമായി എത്തിയിരുന്നു. അറബ് വ്യാപാരികളുടെ സാന്നിധ്യം കോഴിക്കോട് മുസ്ലിം സമൂഹത്തിന്റെ വളർച്ചയ്ക്കും വലിയ സ്വാധീനം ചെലുത്തി. പള്ളികളും ചന്തകളും തുറമുഖവും ചേർന്ന് നഗരം പതുക്കെ ഒരു ബഹുസാംസ്കാരിക നഗരമായി മാറി. കടൽ തീരത്ത് കപ്പലുകൾ നിരന്നു. ചന്തകളിൽ വ്യാപാരികൾ വിലപേശി. കുരുമുളകിന്റെ ചാക്കുകൾ കാളവണ്ടികളിൽ കയറി തുറമുഖത്തേക്ക് നീങ്ങി. കോഴിക്കോട് എന്ന മലബാറിന്റെ ഹൃദയമിടിപ്പായിരുന്നു. പോർച്ചുഗീസുകാരുടെ വരവും സംഘർഷവും. വാസ്കോഡ ഗാമയുടെ വരവിനു ശേഷം പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിലുള്ള ബന്ധം സങ്കീർണമായി. വ്യാപാരിപത്യം നേടാനുള്ള പോർച്ചുഗീസുകാരുടെ ശ്രമങ്ങളും സാമൂതിരിയുടെ സ്വതന്ത്ര വ്യാപാര നയവും തമ്മിൽ ഏറ്റുമുട്ടി. കടലിൽ കപ്പൽ യുദ്ധങ്ങളും കരയിൽ രാഷ്ട്രീയ നീക്കങ്ങളും നടന്നു. ഈ കാലഘട്ടത്തിലാണ് കുഞ്ഞാലി മരയ്ക്കന്മാർ ചരിത്രത്തിലേക്ക് ഉയർന്നു വരുന്നത്. സാമൂതിരിയുടെ നാവികസേനയുടെ ശക്തരായ നേതാക്കളായ അവർ പോർച്ചുഗീസ് കടലാധിപത്യത്തിനെതിരെ ശക്തമായ പ്രതിരോധം നടത്തി. അങ്ങനെ അറബിക്കടലിലെ തിരകൾ പല യുദ്ധങ്ങൾക്കും സാക്ഷിയായി. ബ്രിട്ടീഷ് കാലം വീണ്ടും മാറി. പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും സ്വാധീനം കുറഞ്ഞതോടെ ബ്രിട്ടീഷുകാർ മലബാറിൽ ശക്തരായി. കോഴിക്കോട് ബ്രിട്ടീഷ് ഭരണത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി മാറി. എന്നാൽ വിദേശ ഭരണത്തിനെതിരെ മലബാറിൽ പ്രതിഷേധത്തിന്റെ തീ അണഞ്ഞില്ല. മലബാർ കലാപം 1921 കേരളത്തിന്റെ ചരിത്രത്തിലെ വലിയ വഴിത്തിരിവുകളിലൊന്നായി. കോഴിക്കോട് ഉൾപ്പെടെയുള്ള മലബാർ പ്രദേശങ്ങൾ ഈ രാഷ്ട്രീയ സാമൂഹിക സംഘർഷങ്ങളുടെ ഭാഗമായി. ദേശീയ പ്രസ്ഥാനവും സ്വാതന്ത്ര്യ സമരവും ശക്തമായപ്പോൾ കോഴിക്കോട് പുതിയ രാഷ്ട്രീയ ബോധത്തിന്റെ കേന്ദ്രമായി മാറി. സൂര്യൻ അറബിക്കടലിൽ താഴ്ന്നു. കോഴിക്കോട് ബീച്ചിൽ തിരമാലകൾ വീണ്ടും കരയെ തഴുകി. ഒരു കാലത്ത് കുരുമുളകിന്റെ സുഗന്ധം തേടി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമെത്തിയ കപ്പലുകൾ ഇവിടെ നങ്കൂരമിട്ടിരുന്നു. ഇന്ന് ആ കപ്പലുകളില്ല. സാമൂതിരിയുടെ കൊട്ടാരവും പഴയ രൂപത്തിലില്ല. പക്ഷെ കോഴിക്കോട് എന്നും ജീവിക്കുന്നു. ഒരു തുറമുഖമായി, ഒരു വ്യാപാര നഗരമായി, ഒരു സംസ്കാരത്തിന്റെ സംഗമ ഭൂമിയായി, ചരിത്രം പറയുന്ന ഒരു നഗരമായി.